ഇപ്പോൾ പുതിയ പേരിട്ടിരിക്കുന്നത് എന്താണ്? മിന്നൽ മാജിക്. എന്ത് മിന്നലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല പേര് ഇടുന്ന ആളിന് 10,000 രൂപ എന്നാണ് മത്സരം നടത്തി ബീവറേജ് കോർപ്പറേഷൻ പറഞ്ഞത്. മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വഴിമരുന്നിടുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തത്. വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ പോലും വളരെ ആശങ്കയോടെ കൂടിയാണ് ഈ സമീപനത്തെ കാണുന്നത്. നമസ്കാരം. സംസ്ഥാന സർക്കാർ നേരിട്ട് വിപണിയിലിറക്കുന്ന മദ്യത്തിന് നൽകാൻ നിശ്ചയിച്ച മലബാർ മിസ്റ്ററി എന്ന പേരിന് പകരം മിന്നൽ മാജിക് എന്ന പേര് ഇട്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മദ്യം മിന്നൽ മാജിക് ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ 1 മാസത്തിനകം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മദ്യത്തിൻ്റെ പേര് ഇട്ടത് ജനങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് ഇട്ടത്. ആദ്യം മലബാർ മിസ്റ്ററി എന്ന പേരിടുന്നു, ഇപ്പോൾ മിന്നൽ മാജിക് എന്ന പേരാക്കി മാറ്റിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു പേരിടൽ ഉൾപ്പെടെയുള്ള സംഭവത്തിന് എതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ കോൺഗ്രസ് പ്രവർത്തകനായ MM സഞ്ജീവ് കുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ കോടതിയിൽ പോകാനുള്ള കാരണം ദൃശ്യ മാധ്യമങ്ങളിൽ ബീവറേജ് കോർപ്പറേഷൻ ഒരു പരസ്യം കൊടുക്കുകയുണ്ടായി. ആ പരസ്യം ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ബീവറേജ് കോർപ്പറേഷൻ സമ്മാനം പ്രഖ്യാപിച്ചു. പൊതുസമൂഹത്തിൽ നിന്നും പുതിയ മദ്യത്തിന് പേരിടുന്ന ആളുകൾക്ക്, നല്ല പേര് ഇടുന്ന ആളിന് 10,000 രൂപ എന്നാണ് മത്സരം നടത്തി ബീവറേജ് കോർപ്പറേഷൻ പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനത്തിനും രക്തസാക്ഷിത്വ ദിനത്തിനൊക്കെ ചിത്രരചനാ മത്സരവും അതുപോലെ തന്നെ പ്രസംഗ മത്സരങ്ങൾ, അതുപോലെയുള്ള മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ആ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിജിയുടെ ആദർശപരമായ ആ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അത് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒരു പാഠമാകുവാൻ വേണ്ടിയാണ്, പഠിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഈ സമൂഹത്തോട് കടപ്പാടുള്ള, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകേണ്ട ഒരു ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്ത് ഇത്തരത്തിൽ ഒരു പരസ്യം ചെയ്തപ്പോൾ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് തെറ്റായ രീതിയിൽ, അല്ലെങ്കിൽ മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വഴിമരുന്നിടുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തത്. ആ ഹർജിയിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയത് എക്സൈസ് ആക്ട് 55H പ്രകാരം ഇത്തരത്തിലുള്ള പരസ്യം നിയമപരമായി ചട്ടലംഘനമാണ്, എക്സൈസ് ആക്ടിൻ്റെ ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ഹർജി കൊടുത്തത്. ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പേരിടൽ നടപടിക്കും ഇതുമായി മുമ്പോട്ടുള്ള പോക്കിനെയും തടയുന്ന രീതിയിൽ ഒരു സ്റ്റേ ഓർഡർ ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി തന്നു. അതിനുശേഷം ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ദൃശ്യമാധ്യമങ്ങൾ കൂടി വീണ്ടും വാർത്ത വരുന്നു, ഗവൺമെൻറ് പുതിയ പേരിടുന്നു. എന്താണ്, ഒരു മലബാർ മിസ്റ്ററിയോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ് ഒരു പേരിടുന്നു. ഇത് ലോഞ്ച് ചെയ്യുന്നു 21-ാം തീയതി, ഇന്ന് രാവിലെ ഇത് ലോഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുവാൻ കാരണമായത്. എനിക്ക് പറയുവാനുള്ളത്, ഈ ഒരു പുണ്യമാസം റമദാൻ, ഈസ്റ്റർ പോലെയുള്ള
അല്ലെങ്കിൽ ഒരു റമദാനിലേക്ക് നൊയമ്പ് നോക്കുന്ന ഒരു സമൂഹം, അതുപോലെ തന്നെ ഈസ്റ്റർ നൊയമ്പൊക്കെ കടന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ ധൃതി പിടിച്ച് എന്തിനാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഒരു കള്ളിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ പറയുന്നത് ജവാൻ റമ്മ് വില കുറച്ച് സർക്കാർ കൊടുക്കുന്നു, അതിന് തുല്യമായി ബ്രാൻഡി വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതിയ പേരിട്ടിരിക്കുന്നത്. എന്താണ്? മിന്നൽ മാജിക്. എന്ത് മിന്നലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു എളിയ പ്രവർത്തകൻ, ഈ രാജ്യത്തോട് കടപ്പാടും പ്രതിബദ്ധതയുമുള്ള ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറയോട് പ്രതിബദ്ധതയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനകത്ത് പറയുവാനുള്ളത്, ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ ഈ നടപടി, ഈ ഗവൺമെൻറ് എടുക്കുന്ന ഈ നടപടിയിൽ നിന്ന് പിന്തിരിയണം. ഞാനിവിടെ സമരം നടത്തുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ പോലും അദ്ദേഹത്തിനും കൊച്ചുമക്കളൊക്കെ ഉണ്ട്. നാളുകളിൽ അവരെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ബാധിക്കാതെ, അവരെല്ലാം ഇതിന് പിന്നിൽ പോകാതെ അവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ, നമ്മുടെ കൊച്ചു കേരളത്തിലെ മുഴുവൻ വളർന്നു വരുന്ന യുവതലമുറയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും ഞാനുമായി സംവേദിച്ചു. അപ്പോൾ അവരെ എല്ലാം പറയുന്ന വളരെ ആശങ്കാകുലരാണ്. അതുപോലെ തന്നെ ബിഷപ്പുമാർ, എല്ലാവരും, KCBC-ക്കാർ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, സമസ്ത മേഖലയിലുള്ള വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ പോലും വളരെ ആശങ്കയോടെ കൂടിയാണ് ഈ സമീപനത്തെ കാണുന്നത്. ഈ ഹൈക്കോടതി വിധി മാനിക്കാതെ എന്തുകൊണ്ടായിരിക്കാം, അതുപോലും മാനിക്കാതെ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത് എന്നുള്ള ചോദ്യമാണ്. എനിക്കറിയില്ല എന്താണ് ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു മദ്യം കൊണ്ട് കേരളത്തെ കുടിപ്പിച്ച് കിടത്താമെന്ന്, അല്ലെങ്കിൽ മദ്യം കൊണ്ട് കേരളത്തെ മുക്കിക്കൊല്ലാമെന്ന് കരുതുന്ന ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ്, അല്ലെങ്കിൽ ഇത് നിർത്തണം, ഇങ്ങനെയുള്ള ഈ നടപടി നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ നിരാഹാര സമരം നടത്തുന്നത്. അനിശ്ചിതകാല നിരാഹാരമാണ്. ബ്രാൻഡ് വിപണിയിൽ നിന്നും ഒഴിവാക്കണമെന്നാണോ താങ്കളുടെ ആവശ്യം? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു പേര് പോലും പൊതുസമൂഹത്തിൽ നിന്നും സ്വീകരിക്കുവാനോ, അല്ലെങ്കിൽ പുതുതായി ഈ പേര് ഇടുവാനോ, അല്ലെങ്കിൽ ഈ പുതിയതായി ഈ ഉൽപ്പാദിക്കുന്ന മദ്യത്തെക്കുറിച്ച് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേയിൽ പറയുന്നത്, എൻ്റെ ഹർജി നിലനിൽക്കുന്നിടത്തോളവും കാലവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുതെന്നാണ്. അതിന് സ്റ്റേ ആണ്. അപ്പോൾ ആ സ്റ്റേ നിലനിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പുണ്യമാസത്തിൽ, ഈ റമദാൻ മാസത്തിൽ നൊയമ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു പുണ്യമാസമാണ്. ഈ മാസത്തെ പോലും കണക്കിലെടുക്കാതെ ഈസ്റ്റർ പോലെയുള്ള നല്ല ദിനങ്ങൾ, ഈസ്റ്ററിന് നമ്മൾ നൊയമ്പ് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നല്ല കാലത്ത് ഈ കെട്ട സാധനം കൊണ്ടുവന്ന് സമൂഹത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ദുഃഖകരമാണ്, പ്രതിഷേധാർഹമാണ്. അതിനെതിരെയാണ് ഈ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം. എൻ്റെ ജീവൻ നശിക്കേണ്ടി വന്നാലും, എൻ്റെ ജീവൻ പൊലിഞ്ഞു പോയാലും ശരി തന്നെ, ഈ സമരത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ സ്റ്റേ വന്നതിന് ശേഷം എക്സൈസ് കമ്മീഷണർ ശ്രീ MR അജിത് കുമാർ രേഖാമൂലം കൊടുത്ത അഫിഡവിറ്റിൽ എക്സൈസ് കമ്മീഷണർ പറഞ്ഞേക്കുന്നത്, ഈ പുതിയ മദ്യത്തിന് ലൈസൻസ് കൊടുത്തിട്ടില്ലാത്ത മദ്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു മത്സരം നടത്തിയത് എന്നാണ് എക്സൈസ് കമ്മീഷണർ അഫിഡവിറ്റ് കൊടുത്തത്. ആ അഫിഡവിറ്റ് മാർച്ച് മാസം 12-ാം തീയതി ഇരിക്കുന്ന കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുകയുള്ളൂ. അപ്പോഴാണ് ഇപ്പോൾ അപ്പം ഈ 12-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര ദിവസം? 7-8 ദിവസം. ഈ 8 ദിവസം കൊണ്ട്
ഒരു മദ്യത്തിന് ലൈസൻസ് കൊടുക്കാൻ പൊതുസമൂഹത്തിൻ്റെയും എൻ്റെയും ആശങ്കയാണ്. 8 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു മദ്യത്തിന് ലൈസൻസ് കൊടുക്കുക? 8 ദിവസം കൊണ്ട് ഇവർ എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് പറയുന്നത്? ഇത് കളവല്ലേ? അപ്പോൾ ഇത് വ്യാജ മദ്യമാണെന്നാണ് എൻ്റെ വാദം. എന്തായാലും ഒരു മദ്യത്തിന് പേരിടുന്നതിന് വേണ്ടിയാണ് ജനങ്ങളിൽ നിന്നും സർക്കാർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത്. ഇതിലടക്കം വളരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഉയർന്നു വന്നത്. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാവായ എം സഞ്ജീവ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഇതിനെ തുടർന്ന് ഒരു വിധി പ്രഖ്യാപിക്കുന്നു. ഈ ഒരു പേരിടൽ ചടങ്ങ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു വിധിയിൽ ഉണ്ടായിരുന്നതല്ല. എന്നാൽ ആ വിധിയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലിപ്പോൾ ആ മദ്യത്തിന് മിന്നൽ മാജിക് എന്നുള്ള പേര് ഇട്ടിരിക്കുകയാണ്. 1 മാസത്തിനകം ഈ ഒരു ബ്രാൻഡ് പുറത്ത് ഇറങ്ങുന്നതാണ്. ഹൈക്കോടതി വിധിയെ അടക്കം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിക്രമം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.